എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷം സമ്പൽ സമൃദ്ധിയോടെയൊക്കെ ആകണം എന്നാണ് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് 2024 ശുക്രദശ തെളിയുന്ന സമയമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ തേടി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാവിധത്തിലും ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എന്നിവയൊക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതർ എന്ന് പരിശോധിക്കാം. ആദ്യമായി തന്നെ 7 നക്ഷത്രങ്ങളിൽ ശുക്രൻ ഉദിക്കുന്ന 7 നക്ഷത്രങ്ങളിൽ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശനിയുടെ അനുകൂലമായ അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. അതിനാൽ തന്നെ 2024 സാമ്പത്തികമായ ഉന്നതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. 2024 മുഴുവൻ ഗുണകരമായ നേട്ടങ്ങളായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ലഭിക്കുക. പല കാര്യങ്ങളും ഏറ്റവും അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് 2024. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വളരെയധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഷെയർ മാർക്കറ്റിലും മറ്റുള്ള ഊഹക്കച്ചവടങ്ങളിലുമൊക്കെ നിക്ഷേപിച്ചവർക്കും അതുപോലെ തന്നെ വസ്തു വിൽക്കാതെ കിടക്കുന്നവർക്കൊക്കെ ഈ കാലയളവിൽ മികച്ച നേട്ടം കാഴ്ചവെക്കുവാൻ സാധിക്കും. കൂടാതെ തന്നെ തൊഴിൽപരമായ ഉയർച്ചയും ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിലായതിനാൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കുടുംബ പരദേവതയൊക്കെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമാകുന്നതിനാൽ ധാരാളം ഗുണഫലങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസത്തിലും മറ്റും ആഗ്രഹിച്ച നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചിരുന്നവ സ്വന്തമാക്കുവാൻ സാധിക്കും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ശ്രമിച്ചാൽ വെച്ചടി കയറ്റം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പഠനവുമായോ ജോലി ആവശ്യത്തിനുമായോ വിദേശത്തൊക്കെ പോകുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നെല്ലാം മുക്തി നേടുവാനും ഈ വർഷം സാധിക്കുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാണ്. പലരിൽ നിന്നും പല കോണുകളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കും. തൊഴിൽപരമായി അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സമയം പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജോലി ലഭിക്കും. പല കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. വിവാഹത്തിലേക്ക് ഈ പ്രണയം പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം ഈ കാലയളവിൽ നടക്കാതെ ഇരുന്നവർക്ക് 2024 വിവാഹം നടക്കുന്നതായിരിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടവരും.
ആരോഗ്യപരമായും മികച്ച സമയമായിരിക്കും. ധനപരമായ ഉയർച്ച നേടുവാൻ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. അപ്രതീക്ഷിതമായി ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയുടെ ഒരു വർഷമായിരിക്കും 2024. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിൽ ധനം വന്നു ചേരുകയും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചമാകുന്ന അവസ്ഥയിൽ മാനസികമായ സന്തോഷവും ഈ കാലയളവിൽ ഉണ്ടാകും. എതിർപ്പുകളെല്ലാം മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേരും പ്രശസ്തിയും ഒക്കെ നേടുവാനാകും. സമ്മർദ്ദങ്ങളെയെല്ലാം തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും. വിദേശത്ത് പോകുവാൻ അവസരങ്ങൾ ഉണ്ടാകും. ശ്രദ്ധയോടുകൂടി മുൻപോട്ട് നീങ്ങിയാൽ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കുക വിജയം നിശ്ചയമാണ്. ഈ സമയം ധനപരമായും തൊഴിൽപരമായും ഉയർച്ച ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2024. ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്ന സമയമായിരിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായ ഉയർച്ച ലഭിക്കാവുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. വിവാഹത്തിനായി പരിശ്രമിക്കുന്നവർക്ക് മികച്ച സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന പങ്കാളിയെ ലഭിക്കുവാൻ അവസരം ഉണ്ടാകും. പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള അവസരമുണ്ടാകും. ഒപ്പം തന്നെ നിങ്ങൾ ഇഷ്ടദേവതയും കുടുംബ പരദേവതയും മുടങ്ങാതെ ആരാധിക്കുക. പല വഴികളിലൂടെ ധനം വന്നു ചേരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും എന്നിരുന്നാൽ തന്നെയും ആലോചിച്ച് തീരുമാനം എടുക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ്. വിദേശത്ത് പോകുവാൻ അവസരങ്ങൾ ഉണ്ടാകും. സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുക. തീർച്ചയായും ശുഭഫലങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം മാത്രം അല്പം ശ്രദ്ധിക്കുക. മറ്റു മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. സന്താനങ്ങളുടെ ജോലി, വിവാഹം എന്നിവ സംബന്ധിച്ച് നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ശക്തമായ നേട്ടങ്ങൾ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ വർഷവും സംഭവിക്കുന്നതായിരിക്കും. ജോലിയിൽ ഉയർച്ച ലഭിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും. കടക്കണിയിൽപ്പെട്ടവർക്ക് ഈ സമയത്ത് അതിൽ നിന്നെല്ലാം ഒരു ആശ്വാസം ലഭിക്കും. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ കണ്ടെത്തും. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കും. കുടുംബം, സുഹൃത്തുക്കൾ എന്നിവർക്കൊപ്പം യാത്ര പോകാൻ സാധിക്കും. വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യുവാനാകും. എന്നാൽ കൂടെയുള്ളവരെ അല്പം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി നേരിട്ടേക്കാം. ശ്രദ്ധയോടെ മുൻപോട്ട് പോയാൽ ഈ വർഷം ആഗ്രഹിച്ച ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ 2024 പുതുവർഷം അനുകൂലമായ വർഷമാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരും. നക്ഷത്രാധിപനായ കേതു ബുധക്ഷേത്രത്തിൽ സ്ഥിരത ഉള്ളതിനാൽ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. ഉപരിപഠനത്തിനായി നല്ല അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ്, തൊഴിൽ എന്നിവ ഈ സമയത്ത് മികച്ചതായി നിൽക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. അമിതമായി ആരെയും ആശ്രയിക്കാതെയും ഇരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും പിന്തുണ ഉണ്ടാകും. ജൂൺ മാസത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നാൽ ഇഷ്ടദേവതയെ ഭജിച്ച് മുൻപോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം നീക്കി വിജയിക്കുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുമെങ്കിലും അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും. ബിസിനസ്സിൽ സമയം അനുകൂലം തന്നെയാണ്. പല വഴികളിലൂടെ ധനം കൈവന്നു ചേരും. എല്ലാം കൊണ്ടും മികച്ച ഒരു വർഷമായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക്. അവസാനമായി തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 2024 സമയം അനുകൂലമാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിക്കും.
സജീവവും ക്രിയാത്മകവുമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നന്നായി പരിശ്രമിച്ചാൽ തീർച്ചയായും വിജയം കൈക്കലാക്കുവാൻ അനുകൂലമായ സമയം തന്നെയാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു ചേരും. സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വിവാഹസിദ്ധി, സന്താനസിദ്ധി എന്നിവയ്ക്കെല്ലാം അനുകൂലമായ സമയം തന്നെയാണ്. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും അനുകൂലമായ സമയമാണ്. ഇഷ്ടദേവതയും കുടുംബദേവതയും ആരാധിക്കുക. പല വഴികളിൽ നിന്നും ധനം കൈകളിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.